കേട്ടോ. ഇതാ ഇതുപോലെ ഒട്ടും എണ്ണ കുടിക്കാത്ത നെയ്പത്തല് നമുക്ക് പുട്ടുപൊടി കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈവനിങ് സ്നാക്ക് ആയിട്ടോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാട്ടോ. ഇനിയിപ്പോ അരി കുതിർക്കാനോ അരയ്ക്കാനോ ഒന്നും നിൽക്കണ്ട, പുട്ടുപൊടി കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ നെയ്പത്തൽ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോ 1.5 കപ്പ് നല്ല തിളച്ച വെള്ളം ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനിയിപ്പോ ഇതിന്റെ കൂടെ ചേർക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇതിന്റെ കൂടെ ചേർക്കാട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. മാവ് നല്ലോണം സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ആ തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കണം. അതായത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുളകൾ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് പരത്തി എടുക്കണം. ഞാനിപ്പോ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ഈ ഒരു നെയ്പത്തൽ ഉണ്ടാവാൻ. ഇനി നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഉണ്ടാവണം. അപ്പോഴാണ് നെയ്പത്തൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുള്ളൂ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. പിന്നെണ്ടല്ലോ ഇത് വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിട്ടോ.